നമസ്കാരം. അപ്പൊ ബിഗ് ബോസ് ഇന്നിപ്പോ പറയാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, പ്രണയം. എന്തിനാണ് പ്രണയം? ശരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും എല്ലാ കണ്ടസ്റ്റൻസും വരുന്നത് ഗെയിം കളിക്കാനല്ലേ, അല്ലാതെ വെറുതെ പരസ്പരം പ്രണയിക്കാനാണോ? പ്രണയിക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല പരിപാടി നോക്കിയാൽ പോരെ. ഈ പാടേജ് ഇത്രയും കഷ്ടപ്പെട്ട് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഇതിനകത്ത് വന്നതിന് ശേഷം പരസ്പരം പ്രണയം, ഭയങ്കര പ്രണയം, വെറുതെ ഈ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണതിനാണ്. എന്ത് കാര്യമുണ്ട് ഇതിന്? കുറെ നാള് പ്രണയിക്കണ പോലെയൊക്കെ കാണിച്ച് ഒരുപാട് പ്രണയിച്ച് ഈ പ്രേക്ഷകരെയൊക്കെ വെറുതെ പ്രാന്ത് പഠിപ്പിച്ച് അവസാനം നിങ്ങമ്മിൽ ഭയങ്കര പ്രണയം. നിങ്ങമ്മിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജാസ്മിനും ഗബ്രിയും അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രണയമാണെന്ന് വിചാരിക്കും. ഈ എന്താ പറയാ, ആ സീസൺ കഴിയുന്ന അവസാനം വരെ ഇവർ തമ്മിൽ പ്രണയമാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ അർജുനും ശ്രീതു ഓരോ സീസണിലും ഓരോരുത്തരാണ്. എന്നിട്ട് ഇത് അവസാനം വരെ ഇങ്ങനെ പ്രണയമാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവസാനം ഈ പ്രേക്ഷകരെ പറ്റിച്ചളയും. എന്ത് കാര്യമുണ്ട്? വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് വല്ല ഗുണമുണ്ടാ? പ്രണയം മാങ്ങ തൊലി എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രേക്ഷകരെയും പറ്റിക്കും. ഓരോ മൂമെന്റ്സ് കാണിച്ച് ആൾക്കാരിങ്ങനെ വായിൽ വെള്ളം ഇറക്കി അവസാനം പ്രേക്ഷകർ അവസാനം ഇവിടെ കിടന്ന് ചാവും. നിങ്ങളെ പണി നോക്കി പോവുകയും ചെയ്യും. അവസാനം പറയും ഇതൊക്കെ വെറും അഭിനയമായിരുന്നു, അതായിരുന്നു തേങ്ങാക്കൊലയെന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രേക്ഷകരെ പടിയാക്കണ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയാക്കിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിക്കുന്ന ഒറ്റെണ്ണത്തില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിലേക്ക് ആഡ് ചെയ്യരുത്. കാരണം ശരിക്കും നല്ലൊരു പണിഷ്മെന്റ് ആണ് കൊടുക്കണം. പ്രണയിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്ന കുറെ എണ്ണങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ വേറൊരു പ്ലാറ്റ്ഫോം കണ്ടില്ലേ? ഈ നല്ലൊരു പ്രോഗ്രാമിലൊന്നും പരസ്പരം പ്രണയമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രേക്ഷകരെ പ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തിനാണിങ്ങനെ? എന്ത് കാര്യമുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എടുത്താണ് കളയണം. ഇനി അടുത്ത സീസണിലെങ്കിലും പ്രണയമായിട്ട് വരുന്ന ഒറ്റെണ്ണത്തിനും അടിച്ചതിനകത്തേക്ക് കയറ്റരുത്. വെറുതെ ആളെ വടിയാക്കാനായിട്ട് കുറെ എണ്ണങ്ങൾ വരും. എന്ത് കാര്യമുണ്ട്? നിങ്ങൾക്ക് റീച്ച് കൂട്ടാനും പിന്നെ അതിനൊപ്പം തന്നെ വോട്ട് കിട്ടാനും വേണ്ടിയിട്ട് അതിൽ പ്രണയം അഭിനയിക്കൊന്നും വേണ്ട. പക്കയായിട്ട് ജിൻഡോനെ തന്നെ കണ്ടില്ലേ, നല്ല പക്കയായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ മതി. നല്ല ഒരു സത്യസന്ധമായ രീതിയിലുള്ള ഗെയിം. ആ ഗെയിമിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ച് ആൾക്കാർ വോട്ട് ചെയ്യും, അതിൽ കൂടുതൽ റീച്ച് കിട്ടും. ഇത് വെറുതെ ആവശ്യമില്ലാതെ കുറെ സംഭവങ്ങൾ എക്സ്ട്രാ കുറെ സാധനങ്ങൾ കൊടുത്തിട്ട് പ്രണയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം കപ്പടിക്കാനൊന്നും പോകാരും. ഇന്നലെ മനസ്സിലാക്കുക. വെറുതെ പിന്നെ രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ, അവസാനം അതിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട ഒരാൾ അടിച്ചങ്ങോട്ട് പോകും. ഗെയിം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നേരിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ നോക്ക്, എന്നാലും മാത്രം സ്വന്തമായിട്ട് കപ്പടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കിടന്നിട്ട് ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഒരു ആണെ എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ നടന്ന് അവളുടെ കൂടെ ഇരുന്ന് എന്ത് കാര്യമുണ്ട്? കുറെ ആൾക്കാരെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിക്കാന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾക്ക് ഒരിക്കലും കപ്പടിക്കാനും കൂടി പറ്റില്ല ഇതിനകത്ത്. നിങ്ങളുടെ ലക്ഷ്യം തന്നെ തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു ഗെയിമിൽ പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാ. പ്രണയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ട് പ്രണയിച്ചോ, പ്രണയിക്കുക, കല്യാണം കഴിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. വെറുതെ ഇതിനകത്ത് കിടന്നിട്ടുള്ള പ്രണയം നടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഭാവിക്ക് ദൂഷ്യമായിട്ട് വരും. അവസാനം ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്താ പറയാ, ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീജനത്തിന്റെ ഗതി കണ്ടില്ലേ. ഇപ്പൊ അതിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇനി എന്താണ് എന്നുള്ളൊരു സംഭവം ഇപ്പോഴും ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. അത്യാവശ്യം നമുക്ക് ഓരോരുത്തർക്ക് അവരുടെ റെസ്പെക്ട് ഉണ്ട്. എന്താണ് അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഇടപെടുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോസിൽ കണ്ട കുറെ കാര്യങ്ങൾ കണ്ടായിരുന്നു, ഒത്തിരി സങ്കടമുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കോളൂ എല്ലാ പ്രേക്ഷകരും, ജാസ്മിൻ ആയാലും ഇപ്പൊ ആരായാലും. അപ്പൊ ഈ ഒരു ഷോയിൽ പ്രണയത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കാരണം ഗെയിമിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാതെ ഇതൊരു മത്സരമാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് പ്രണയിക്കുക, കല്യാണം കഴിക്കുക, അതൊക്കെ പേഴ്സണലായിട്ട് കാര്യമാണ്. പക്ഷെ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇതിനകത്ത്. മനസ്സിലായോ? പോരാത്തതിന് ഈ മീഡിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ വളച്ചൊടിക്കുന്ന കുറെ മീഡിയാസ് ഉണ്ട്. എല്ലാ മീഡിയാസിനും നമുക്ക് പറയാൻ പറ്റില്ല. തന്തക്ക് പിറന്ന മീഡിയാസ് ഉണ്ട്, അവർ പക്കായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണിക്കുള്ളൂ. അപ്പൊ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണ് പറയുന്നത്, തീർച്ചയായിട്ടും ഇനിയുള്ള സീസണുകളിൽ പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം ഉപേക്ഷിക്കുക. വേറൊന്നുമല്ല, ഇനി വരുന്ന കണ്ടസ്റ്റൻസിനോട് പറയാനുള്ള ഒരു കാര്യമാണ്. പ്രണയം വെറുതെ വേസ്റ്റ് സമയമാണ്. നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാണ്ടിരിക്കുക. വളരെ കൃത്യമായിട്ട് പറയുന്നത് ഗെയിമായിട്ട് തന്നെ എടുക്കുക.
അപ്പൊ നിങ്ങളുടെ എയിം ഈ 100 ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് ഒറ്റയ്ക്ക് പൊരുതി ആ ഒരു കപ്പ് വാങ്ങാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയത്നം. അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരം അതിനു വേണ്ടിയിട്ട് എയിം ചെയ്തിട്ട് ആ ഒരു കപ്പിന് വേണ്ടി പ്രയത്നിക്കുക. ഈ പ്രണയം വാങ്ങാത്തൊലിക്കാൻ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുക. പരസ്പര സൗഹൃദത്തോടുകൂടി മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് മുറിവില്ലാത്ത രീതിയിൽ എന്തായാലും ആഴത്തിലുള്ള ക്ഷമ വേണം. ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നതിന്. അത് ക്ഷമ വേണം. പരസ്പരം അടിയുണ്ടാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലാണ് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ ആലോചിക്കണം, മീഡിയാസൊക്കെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഓപ്പൺ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മോശമായ രീതിയിലൊന്നും ഇനിയുള്ള സീസണുകളിൽ പ്രവർത്തിക്കാതെ നല്ല രീതിയിൽ നല്ല മൂവ്മെന്റ്സ്, നല്ല ഗെയിം, അതാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും 7ാമത്തെ സീസൺ ആരൊക്കെയാണെങ്കിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വരുന്നവരെ എല്ലാം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ മൂവ് ചെയ്യുക, നല്ല ഗെയിം കാഴ്ചവെക്കുക. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുന്നതാണ്.